2026 മാർച്ച് 15 ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുക, ചിന്തിക്കുക, സഹകരിക്കുക. 1995 മാനവ നന്മയ്ക്കായി ഞാൻ വാങ്ങിയ 7 സെന്റ് സ്ഥലത്ത് 2021 മുതൽ 2 പ്രധാന കാര്യങ്ങളുമായി മുന്നോട്ട് പ്രവർത്തിക്കുന്നതിന് എനിക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെ ബഹുമാന്യരായ CAE മുതൽ DGP വരെ രേഖാമൂലമുള്ള പരാതി ഞാൻ കൊടുത്തപ്പോൾ CAയും DYSPയും പ്രതിഭാഗം ചേർന്നുകൊണ്ട് എന്നോട് കോടതിയുടെ ഉത്തരവുമായി വന്നാൽ പോലീസ് എന്നോട് സഹകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് സംഭവസ്ഥലം സന്ദർശിച്ച് എതിർകക്ഷികളുടെ നിർമ്മാണ പ്രവർത്തനം തടയണമെന്നുള്ള എൻ്റെ പരാതിമേൽ ജില്ലാ കളക്ടർ നടപടിയെടുക്കാത്തതിനാൽ വിവിധ വിഷയങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനായി ലീഗൽ സർവീസസ് അതോറിറ്റിയെ ഞാൻ സമീപിച്ചപ്പോൾ ഞങ്ങളെ കീഴ്ക്കോടതിയിലൂടെ കറക്കി തിരിച്ചു വട്ടം കറക്കി വർഷങ്ങൾ പാഴായതല്ലാതെ യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല. ഞങ്ങളുടെ പരാതികൾ ഹൈക്കോടതി ന്യായാധിപരിലേക്ക് എത്തി. എത്രയും വേഗം ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനായി വേണ്ടി ഞങ്ങൾ ഹൈക്കോടതിയിൽ സമരം നടത്തുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് അധികാരികൾ 2 തവണ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കാതെ പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ നിയമസഹായ കേന്ദ്രമായ കൽസയുടെ ഓഫീസിൽ ചെന്നപ്പോൾ വീണ്ടും പുലിമടയിൽ അകപ്പെട്ട അനുഭവമാണ് എനിക്കുണ്ടായത്. സെൻട്രൽ സ്റ്റേഷനിലെ പോലീസ് എന്നെ തല്ലിച്ചതയ്ക്കാനുള്ള അവരുടെ നാടകീയമായ ശ്രമത്തെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ കഴിയുന്നത്ര വേഗത്തിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ കാലതാമസം വരുത്താതെ ഹൈക്കോടതിക്ക് മുന്നിൽ ഞങ്ങൾ സമരം തുടരുന്നതാണ്. ഹേ മാനവ സമൂഹമേ, പത്രങ്ങളും ചാനലുകളും ഞങ്ങളെ കൈവിട്ടതിനാൽ ഞങ്ങളുടെ പുതിയ സമരമുറയ്ക്കായി വളരെയധികം സാമ്പത്തിക ചെലവുകളുണ്ട്. നന്മയുള്ള സത്യം ജയിക്കുന്നതിനായി എൻ്റെ ഈ ശരീരത്തിൽ നിന്നും ദാനമായി നൽകുവാൻ കിഡ്നിയും പ്രാണവായുവും മാത്രമാണ് എനിക്കുള്ളത്. സത്യമേവ ജയതേ.